2023 മെയ് മാസത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. സേവ് ദ ഡേറ്റ്. എന്നാ താൻ കേസുകൊട് ചിത്രത്തിലൂടെ ആളുകൾ ഏറ്റെടുത്ത സുരേഷനും സുമലതയും ഒന്നിക്കുന്നു. കൂടെ സുരേഷിൻ്റെയും സുമലതയുടെയും റോളുകൾ ചെയ്ത രാജേഷ് മാധവനും പ്രിയയും ഒന്നിച്ചുള്ള ഫോട്ടോയും. പോസ്റ്റ് വൈറലായി. രാജേഷിൻ്റെ സുഹൃത്തുക്കൾ മൂക്കത്ത് വിരൽ വെച്ചു. എങ്കിലും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന പരിഭവം വേറെയും. വീട്ടിലും കലഹമുണ്ടായി. നാട്ടുകാരും പരിചയക്കാരും മകൻ്റെ കല്യാണമാണല്ലോ എന്ന് രാജേഷിൻ്റെ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങി. അച്ഛനാണെങ്കിൽ യാതൊന്നും അറിഞ്ഞിട്ടില്ല. ആശങ്കയോടെയാണ് അച്ഛൻ ഇതേപ്പറ്റി മകനോട് ചോദിച്ചത്. അപ്പോഴാണ് അറിയുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്ററാണെന്ന്. ഒരു സിനിമയുടെ പോസ്റ്ററിന് ഇങ്ങനെയൊരു ട്വിസ്റ്റ് രാജേഷ് മാധവനും പ്രതീക്ഷിച്ചില്ല. എന്നാൽ താൻ കേസുകൊട് ചിത്രത്തിൽ സുരേഷനും സുമലതയും വലിയ സ്ക്രീൻ പേസ് ഉള്ള കഥാപാത്രങ്ങളല്ല. എന്നാൽ സിനിമ ഹിറ്റായതോടെ പ്രേക്ഷകർ രണ്ടുപേരെയും ഏറ്റെടുത്തു. ഒട്ടേറെ കമൻറ്റുകളും വന്നു. മദനോത്സവം സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ പ്രണയ ജോഡികളെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായി. അതിൽ നിന്നാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പിറക്കുന്നത്. വളരെ ചെറിയൊരു ചിത്രമായി നിർമ്മിക്കാം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് സിനിമ വളർന്നു. പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോഴേക്കും അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായി. എന്നാൽ താൻ കേസുകൊട് സിനിമയുടെ സ്പിൻ ഓഫ് ചിത്രമായിരുന്നു സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. കൊഴുമൽ രാജീവൻ ക്യാമിയോ റോളിൽ എത്തുന്നുമുണ്ട്. സുരേഷനും സുമലതയും വ്യത്യസ്ത കാലങ്ങളിൽ പ്രണയിച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ചിത്രം പറയുന്നത്. ഫൈറ്റ്, ഹ്യൂമർ, ഇമോഷൻസ്, ഇങ്ങനെ ഒരു പ്രണയകഥയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചിത്രത്തിലുണ്ട്. കണ്ണൂരിൻ്റെ ഭാഷയും മാനറിസങ്ങളും ഒപ്പിയെടുക്കാൻ അണിയറ പ്രവർത്തകർക്കായിട്ടുണ്ട്. പയ്യന്നൂർ, കണ്ണൂർ ഭാഗങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. നാട്ടുകാരായ ഒട്ടേറെ കലാകാരന്മാരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. എന്നാൽ താൻ കേസുകൊട് സിനിമയുടെ പോസ്റ്ററും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റോഡിലെ കുഴിയെ പരാമർശിക്കുന്ന പോസ്റ്റർ സർക്കാരിനെ പരിഹസിക്കുന്നതാണെന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കി. ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കൾ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നു. സിനിമ പറഞ്ഞ വിഷയം തന്നെ റോഡിലെ കുഴിയായിരുന്നു എന്ന് അറിയാതെയുള്ള കോലാഹലം. അങ്ങനെ സിനിമയുടെ പ്രചാരണത്തിൻ്റെ ടൂളായി മാറി ഭരണകക്ഷി നേതാക്കന്മാർ, അവർ അറിയാതെയാണെങ്കിലും. ഏതായാലും സിനിമ വൻ വിജയമായി.